ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്യാമറേൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത് ഡിജിടെക്കിൻ്റെ ഗോക്യാം 002 ആണ്. അപ്പോൾ നമുക്കിതിന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ അൺബോക്സ് ഒക്കെ ചെയ്ത് നോക്കി ഉപയോഗിച്ച് നോക്കിയതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറന്ന് കാണിക്കാം. ഗൈസ്, നമ്മുടെ ഗോപ്രോയിലും വരുന്ന പോലെ ഒരു ബാഗിലാണ് വരുന്നത്. നമുക്കിനി തുറന്ന് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ചധികം എക്സസറീസ് വരുന്നുണ്ട്. വാട്ടർ പ്രൂഫ് കേസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബൈക്കിൽ വെക്കുന്ന മോൾഡ്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗൈസ്, ഇത് വാട്ടർ പ്രൂഫ് കേസാണ്. നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഇതൊക്കെ നമ്മുടെ ട്രൈപോഡിനും കാര്യങ്ങളെല്ലാം വെക്കാനുള്ള മോൾഡും കാര്യങ്ങളൊക്കെയാണ്. ഇതും ട്രൈപോഡിലേക്കെല്ലാം വെക്കാനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് എന്തിനൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതായത് എക്സ്ട്രാ ഒരു ബാറ്ററി വരുന്നുണ്ട്. പിന്നെ വരുന്ന ഇത് ബൈക്കിൻ്റെ അതിൻ്റെയൊക്കെ ഹെൽമെറ്റിലൊക്കെ വെക്കാനുള്ള എന്തൊക്കെയാണ്. ഇത് നമ്മളെ C ടൈപ്പ് ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ക്യാമറ ഓണാക്കി നോക്കാം. ക്യാമറേൻ്റെ ഓവറോൾ ലുക്ക് ഇതാണ് വരുന്നത്. ടച്ച് സ്ക്രീൻ അല്ല, LED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിത് ഓണാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സൈഡിൽ മുകളിലായിട്ട് നമുക്കൊരു ബട്ടൺ ഉണ്ട്. അത് ഞെക്കി പിടിച്ചാൽ നമുക്കിത് ഓണാവും. അപ്പോൾ ഗൈസ്, ഒട്ടും ലാഗില്ല, വേഗം തന്നെ ഓണായി ഇടുന്നുണ്ട്. നമുക്ക് ഈ ഒരു ക്യാമറയിൽ 5K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എടുത്തു പറയുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് മെമ്മറി കാർഡ് വരില്ല. എക്സ്ട്രാ നമ്മൾ മെമ്മറി കാർഡ് വാങ്ങണം. സൈഡിലായിട്ടാണ് നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നത്. ഇതിൽ നമുക്ക് 128 വരെ മാക്സിമം നമുക്ക് മെമ്മറി കാർഡ് ഉപയോഗിക്കാം. ഞാൻ 64ൻ്റെ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് അപ്പും ഡൗണും ബട്ടൺ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. നമുക്ക് ഈ ഒരു ഫോട്ടോസും എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വൈഫൈ ഉപയോഗിച്ച് മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണം കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഗൈസ്, ഇതൊക്കെയാണ് ഈ ഒരു ക്യാമറയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 7000 രൂപയ്ക്ക് താഴെ നിങ്ങൾ ഒരു ഗോപ്രോ പോലത്തെ ഒരു ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇത് എടുത്തത്. എനിക്ക് 6000 രൂപ കിട്ടി. ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ടാണ് എടുത്തത്. ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ 6500 വരുന്നത്. എക്സ്ട്രാ നിങ്ങൾ മെമ്മറി കാർഡ് വാങ്ങണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്യാമറേൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പം ഞാൻ എക്സ്ട്രാ ഒരു ട്രൈപോഡ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ പ്രൈസ് നിങ്ങളൊന്ന് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതാണ് ട്രൈപോഡ് വരുന്നത്. ട്രൈപോഡും ഡിജിടെക്കിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ ടോട്ടൽ പ്രൈസ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാൻ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിലേക്കും ബൈ.